المدرسة الربانية كونوا ربانيين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ കർമ്മം സ്വീകരിക്കുകയും അതിന് പ്രതിഫലം നൽകുകയും ചെയ്യണമെങ്കിൽ ഒന്നാമതായി വേണ്ട നിബന്ധന അവൻ്റെ വിശ്വാസം ശരിയായിരിക്കുക എന്നുള്ളതാണ്. വിശ്വാസം ശരിപ്പെടുത്താത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കർമ്മങ്ങൾ എത്ര സവിശേഷമായ മുന്തിയ ഇനം കർമ്മങ്ങളാകട്ടെ, അത് നിഷ്ഫലമായി തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസങ്ങളിലേക്ക് ഏതെങ്കിലും മാലിന്യങ്ങൾ, ഷിർക്കോ കുഫ്റോ ബിദ്അത്തുകളോ കടന്നു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും അതിന് ശരിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസിയുടെ മേൽ അനിവാര്യമായ കാര്യമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, അശ്ശിർക്കു അഖ്ഫാ ഫി ഉമ്മത്തി മിൻ ദബീബിൻ നംലി. എൻ്റെ ഉമ്മത്തിൽ ഷിർക്ക് കടന്നു വരുന്നത് ഒരു ഉറുമ്പ് ചലിക്കുന്നതിനേക്കാൾ ഗോപ്യമായിക്കൊണ്ട്, രഹസ്യമായിക്കൊണ്ട് എൻ്റെ ഉമ്മത്തിൽ ഷിർക്ക് വരും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ധാരാളം ഉറുമ്പുകൾ നമ്മുടെ ചുറ്റുമുണ്ടാകും. അത് അനങ്ങുന്നത് നാം അറിയുന്നില്ല. അതിനേക്കാൾ രഹസ്യമായി കൊണ്ട് ഗോപ്യമായി ഷിർക്ക് കടന്നു വരാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റൊരു ഹദീസിൽ കാണാം, ലാത്തയും ഉസ്സയും വീണ്ടും ഇബാദത്ത് ചെയ്യപ്പെടുന്നത് വരെയും രാപ്പകലുകൾ അവസാനിക്കുകയില്ല, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ലാത്ത എന്നത് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് പായസം വിളമ്പിയിരുന്ന ഒരു മനുഷ്യനായിരുന്നുവെന്നും അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബറിന് ചുറ്റും ആളുകൾ ഇഅ്തികാഫിരുന്നു, അതായിരുന്നു ലാത്തക്കുള്ള ഇബാദത്ത് എന്ന് പല മുഫസ്സിറുകളും വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷിർക്ക് നമ്മിലേക്ക് കടന്നു വരാതിരിക്കാൻ, തൗഹീദ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നാം പണിയെടുക്കേണ്ടതുണ്ട്. തൗഹീദും ഷിർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ വ്യത്യസ്തങ്ങളായ ചർച്ചകൾ, സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. അവകളിൽ വളരെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു മണ്ണാർക്കാട് സംവാദം. അഹ്ലുസുന്നയുടെ ആദർശത്തിനെതിരിൽ AP സമസ്തയിലെ ചിലർ ഉന്നയിച്ച വാദത്തെ, അവർ കൊണ്ടുവന്ന ചില കള്ളത്തരങ്ങളെ പൂർണ്ണമായി തള്ളുന്ന ഒരു പ്രസ്താവനയുമായി ഈ അടുത്ത ദിവസങ്ങളിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വരികയുണ്ടായി. അത് കാണുന്നതിന് മുന്നേ, അത് പറയുന്നതിന് മുന്നേ മുസ്ലിം സഹോദരങ്ങളോട്, പൊതുസമൂഹത്തോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ്. പ്രത്യേകിച്ചും അഹ്ലുസുന്ന എന്നാൽ സമസ്തയും അതുപോലുള്ള സംഘടനകളുമാണെന്ന് തെറ്റിദ്ധരിക്കുകയും അവരുടെ അണികളായും അനുഭാവികളായും കാലം കഴിച്ചു കൂട്ടുന്ന പൊതുസമൂഹത്തോടാണ് എനിക്കത് പറയാനുള്ളത്. ഒന്നാമതായി പറയട്ടെ, ഞാൻ ഏതെങ്കിലും സംഘടനകളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ അംഗമോ അനുഭാവിയോ അല്ല. ഏതെങ്കിലും സംഘടനകളിലേക്കോ പ്രസ്ഥാനങ്ങളിലേക്കോ ആളെ കൂട്ടാനുമല്ല ഞാനിത് പറയുന്നത്. നേരെ മറിച്ച് സ്വഹാബികളും താബിഉകളും തബഉ താബിഈങ്ങളും മദ്ഹബിൻ്റെ ഇമാമുമാരും നിലകൊണ്ട യഥാർത്ഥ അഹ്ലുസുന്ന ഏതായിരുന്നു എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഏതെങ്കിലും സംഘടനകളുടെ മെമ്പർഷിപ്പോ പിൻബലമോ വേണ്ടതില്ലതാനും. അഹ്ലുസുന്നയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അവർ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നവരാണെന്നുള്ളതാണ്. അമ്പിയാക്കൾക്കും സ്വാലിഹുകൾക്കും വലിയുകൾക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും വിഗ്രഹങ്ങൾക്കും ഇബാദത്ത് അർപ്പിച്ചിരുന്ന സമൂഹങ്ങളോട് ആരാധനയ്ക്ക് അർഹത അള്ളാഹുവിന് മാത്രമാണുള്ളതെന്നും അവനു പുറമെ ഒരു സൃഷ്ടിക്കും ആരാധനകൾ അർപ്പിക്കരുതെന്നും പഠിപ്പിക്കാനാണ് മുഴുവൻ മുർസലീങ്ങളും ഭൂലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. എല്ലാ ഉമ്മത്തുകളിലേക്കും നാം മുർസലീങ്ങളെ നിയോഗിക്കുകയുണ്ടായി. എന്താണ് അവർ
ആ ജനതയോട് പറഞ്ഞിരുന്ന കാര്യം അനി അബുദുല്ലാ, നിങ്ങൾ അള്ളാഹുവിനു മാത്രം ഇബാദത്ത് ചെയ്യണമെന്നുള്ളതായിരുന്നു. വജ്തനിബു ത്വാഗൂത്ത്, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവകളെ, ത്വാഗൂത്തുകളെ വെടിയണം എന്നുള്ളതുമായിരുന്നു അവരുടെ ദഅവത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതേ ദൗത്യം തന്നെയാണ് നിർവഹിച്ചത്. നുബുവത്തിന് ശേഷം ആദ്യ 10 വർഷം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തൻ്റെ ദഅവത്ത് നിർവഹിച്ചത്. ശേഷം നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും നിർബന്ധമാക്കിയതിന് ശേഷവും തൗഹീദ് പഠിപ്പിക്കുന്നതിനും അതിൽ ഷിർക്ക് തീരെ കലരാതിരിക്കുന്നതിനും വേണ്ടി വലിയ ജാഗ്രത പാലിച്ചതായി കാണാൻ സാധിക്കും. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, ഫൽയകുൻ അവ്വലു മാ തദ്ഊഹും ഇലൈ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നാമതായി യമനിലുള്ള ആളുകൾ അഹ്ലു കിതാബിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഒന്നാമതായി താങ്കൾ അവരെ ക്ഷണിക്കുമ്പോൾ അവരെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. ഇബാദത്തിന് അർഹതയുള്ളവൻ അല്ലാഹു അല്ലാതെ മറ്റാരും തന്നെയില്ല എന്ന കലിമത്തു ത്വയ്യിബയിലേക്കാണ് താങ്കൾ ക്ഷണിക്കേണ്ടത്. ഇത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഏറ്റവും പ്രമുഖമായ കാര്യം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വഫാത്തിന് 5 നാളുകൾക്ക് മുമ്പ് പറഞ്ഞതായി ജുന്ദുബ് ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു, അലാ വ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ. നിങ്ങൾ അറിയണം, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളായി സ്വീകരിക്കുമായിരുന്നു. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ. അറിയണേ, നിങ്ങൾ ഖബറുകളെ മസ്ജിദുകളാക്കരുതേ, ആരാധനാ കേന്ദ്രങ്ങളാക്കരുതേ. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആരാധനാ കേന്ദ്രങ്ങളാക്കി, പ്രത്യേകമായ കേന്ദ്രങ്ങളാക്കി ഖബറിടങ്ങളെ മാറ്റരുതേ. ഫഇന്നി അൻഹാകും അൻ ദാലിക്. അതിനെ തൊട്ട് ഞാൻ നിങ്ങളെ വിലക്കുകയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന് 5 നാൾ മുമ്പാണ് ഇത് പറഞ്ഞത്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം നവവി റഹിമഹുല്ല പറയുന്നത് കാണാം. ഉലമാക്കൾ പറഞ്ഞു, ഇന്നമാ നഹൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ അനിത്തിഖാദി ഖബ്രിഹി വ ഖബ്രി ഗൈരിഹി മസ്ജിദ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെയും മറ്റുള്ളവരുടെയും ഖബറുകളെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന പ്രത്യേക കേന്ദ്രങ്ങളാക്കുന്നതിനെ തൊട്ട് തടയാനുള്ള കാരണം, അത് തടഞ്ഞത് ഖൗഫം മിനൽ മുബാലഗതി വ തഅദീമിഹി വൽ ഇഫ്തിതാനി ബി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനം അതിര് കടന്നു പോകുന്നതിനെ ഭയപ്പെട്ടുകൊണ്ടാണ്. അത് മുഖേന അവർ ഫിത്നയിൽ അകപ്പെടും എന്നതിനെ ഭയപ്പെട്ടിട്ടാണ്. ഫറുബ്ബമ അദ്ദാ ദാലിക ഇലൽ കുഫ്രി. അത് അവരെ കുഫറിലേക്ക് കൊണ്ടെത്തിച്ചേക്കാമെന്നുള്ള കാരണത്താൽ. കമാ ജറാ ലികസീരിൻ മിനൽ ഉമമിൽ ഖാലിയ. കഴിഞ്ഞുപോയിരിക്കുന്ന ധാരാളം സമൂഹങ്ങളിൽ സംഭവിച്ചതുപോലെ കഴിഞ്ഞുപോയിരിക്കുന്ന പല സമൂഹങ്ങളിലേക്കും കുഫറും ഷിർക്കും കടന്നു വരാനുള്ള കാരണം എന്തായിരുന്നു? അവർ അവരുടെ അമ്പിയാക്കളെ അമിതമായി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതിലൂടെ അവരിലേക്ക് ഷിർക്കും കുഫറും കടന്നു വന്നതായിട്ട് കാണാൻ സാധിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം മുസ്ലിം റഹ്മഹുല്ല പറയുകയാണ്. ശറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹ്മഹുല്ല പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിൻ്റെ വേളയിൽ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ലമ്മാ നസല ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മലക്കുൽ മൗത്ത് ഇറങ്ങി വന്ന സന്ദർഭം, ത്വഫിഖ യത്റഹു ഖമീസതൻ ലഹു അലാ വജ്ഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കയ്യിലുള്ള ഒരു പുതപ്പ് അത് മുഖത്തേക്ക് ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടേയിരുന്നു, എടുത്തിടാൻ തുടങ്ങി. അങ്ങനെ ഫഇദഗ്തമ്മ ബിഹാ കശഫഹാ അൻ വജ്ഹി. അത് മുഖേന ശ്വാസതടസ്സമുണ്ടാകുമ്പോൾ മുഖത്ത് നിന്ന് അത് നീക്കും. ഫഖാല വഹുവ കദാലിക്. ഇതേ അവസ്ഥയിൽ കിടന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മലക്കുൽ മൗത്ത് എത്തിയിരിക്കുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട്. ഇതേ അവസ്ഥയിൽ കടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ, ജൂതനസാറാക്കളുടെ മേലിൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട അമ്പിയാക്കളുടെ കബറിടങ്ങൾ മസാജിദുകളാക്കി, അതായത് അള്ളാഹുവിനെ ഇബാദത്തർപ്പിക്കാനുള്ള പ്രത്യേക കേന്ദ്രങ്ങളാക്കി മാറ്റി. അതിനാൽ അവരെ ശപിച്ചിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്നിട്ട് പറയുന്നത് കാണുക, യുഹദ്ദിറു മാ സനഉ, അവർ പ്രവർത്തിച്ച ഈ പ്രവൃത്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ്. എന്നിട്ട് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, ലൗലാ ദാലിക, ഇങ്ങനെയായിരുന്നില്ല എങ്കിൽ, ഉബ്രിസ ഖബറുഹു ഗൈറ അന്നഹു ഖുഷിയ അൻ യുത്തഖദ മസ്ജിദ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ വെളിപ്പെടുത്തപ്പെടുമായിരുന്നു. എന്നാൽ തങ്ങളുടെ ഖബറിനെ മസ്ജിദാക്കി മാറ്റും, അവിടെ പ്രത്യേകമായ ഇബാദാത്തുകൾ അരങ്ങേറും എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ റൂമിലാക്കി മാറ്റിയത്, അത് വെളിപ്പെടുത്താതിരുന്നത് എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്. വഫാത്തിന് 5 നാൾക്ക് മുമ്പും മരണാസന്ന വേളയിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കുകളാണിത്. എത്ര ഗൗരവമുള്ള കാര്യമാണ്! ഖബറിൽ കിടക്കുന്ന ആളുകളെ വിളിച്ച് അവരോട് പ്രാർത്ഥിച്ചാൽ ശിർക്ക് സംഭവിക്കും എന്നല്ല ഇവിടെ പറയുന്നത്. നേരെ മറിച്ച് ഖബറിന് അരികിൽ നിന്നുകൊണ്ട്, ഖബറുകളെ പ്രത്യേക ആരാധനാ കേന്ദ്രങ്ങളാക്കിക്കൊണ്ട് അവിടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് ശപിക്കപ്പെടാൻ ഇടയാക്കുന്ന കാര്യമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം അത് പിന്നീട് ഖബറുകളെ പ്രത്യേകമായ ആരാധനാ കേന്ദ്രങ്ങളാക്കിക്കൊണ്ട് അവിടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് പിന്നീട് ചെയ്യാനിടയാക്കിയേക്കാം. ആ ഖബറിനെ അതിയായി ബഹുമാനിക്കുന്നതിലേക്കും ഖബറാളികളോട് ദുആ ചെയ്യുന്നതിലേക്കും നയിക്കാനിടയാക്കിയേക്കാം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെ നിരോധിക്കുകയും കഠിനമായിട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത്. ഇനി ഇതേ പ്രകാരം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ ഇത്രയധികം ജാഗ്രതയോടെ ശിർക്ക് കടന്നു വരാതിരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. സ്വഹാബ കിറാം ഇതങ്ങനെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കി. അവരത് ജാഗ്രതയോടെ കാണുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മൻ ഖാല അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത് ഖതഅതു ഉനുക, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ പിരടി ഞാൻ അറുക്കും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതിര് കടന്നുകൊണ്ടുള്ള ഒരു പറച്ചിലായിരുന്നു അത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. ഉടനെ തന്നെ ജനങ്ങളിലേക്ക് കടന്നു വന്നു. ഹംദും സ്വലാത്തും പറഞ്ഞുകൊണ്ട്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, സനാഉ പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞു, അയ്യുഹന്നാസ്, ഇന്ന മൻ കാന യഅ്ബുദു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഇന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇബാദത്ത് ചെയ്തിരുന്നുവെങ്കിൽ അറിഞ്ഞുകൊള്ളുക, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുകയാണ്. വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും അള്ളാഹുവിനാണ് ഇബാദത്ത് എടുക്കുന്നതെങ്കിൽ അറിയുക, അള്ളാഹുവാണ് എന്നെന്നും ജീവിക്കുന്നവനും മരണമില്ലാത്തവനും. അതെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിര് കവിച്ചലുകൾക്കെതിരിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ആ സമയത്തുണ്ടായ പരിഭ്രമത്തെ, അങ്കലാപ്പിനെ തിരുത്തിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു രംഗത്ത് വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഇതേ സമീപനം സ്വീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ സനദോടുകൂടി ഇമാം അബുൽ ആലിയ റഹിമഹുല്ലയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. തുസ്തറിൽ വിജയം നേടുകയുണ്ടായി മുസ്ലിം സമൂഹം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്. അന്ന് ഹുർമുസാനിൻ്റെ ഖജനാവിൽ ഒരു കട്ടിലിന് മീതെ ഒരു മനുഷ്യൻ
ജീർണിക്കാത്ത ശരീരവുമായിട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തലയുടെ ഭാഗത്ത് ഒരു മുസ്ഹഫുണ്ട്, ഒരു ഏടുണ്ട്. ഇങ്ങനെ ഈ വിഷയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. അങ്ങനെ ഈ വിഷയം പറയുകയും എന്താണ് ഈ മനുഷ്യനെ ചെയ്തത് എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ ചില റിപ്പോർട്ടുകളിൽ കാണാം അത് മുൻഗാമികളിൽപ്പെട്ട ഒരു നബിയുടെ മൃതദേഹമായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. എന്താണ് ഇദ്ദേഹത്തെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഹഫർന ബിൻ നഹാരി 13 ഖബറൻ, പകൽ സമയത്ത് ഞങ്ങൾ 13 ഖബറുകൾ ഉണ്ടാക്കി. മുതഫരിഖ, വ്യത്യസ്തങ്ങളായ 13 ഖബറുകൾ. ഫലമ്മാ കാനൽ ലൈലു ദഫന്നാഹു, രാത്രിയായപ്പോൾ ഞങ്ങൾ ഈ മനുഷ്യനെ, ഇദ്ദേഹത്തെ ഖബറടക്കി. വസവ്വൈനൽ ഖുബൂറ കുല്ലഹ, എന്നിട്ട് എല്ലാ ഖബറുകളും എന്ത് ചെയ്തു, അതിനെ നിരപ്പാക്കി. ലിതഅമിയത്തിൻ അലന്നാസി ലാ യൻബുഷൂന, ജനങ്ങൾക്ക് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളുടെ മേൽ ഇദ്ദേഹത്തിൻ്റെ ഖബറേതാണെന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങൾ ആ ഖബറിലേക്ക് കൂടുതൽ ആകൃഷ്ടരാവുകയും അതിന് ഇബാദത്ത് ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വഹാബികൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സ്വീകരിച്ച ജാഗ്രതയാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. അലി ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിലുള്ള ഒരു ദ്വാരം, അതിനടുത്തേക്കൊരു മനുഷ്യൻ വരുന്നു. നിരന്തരം അദ്ദേഹം അവിടെ വരുന്നത് കണ്ടപ്പോൾ അലി ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകൻ്റെ മകനാണ്, അദ്ദേഹം ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു ഫനഹാഹു, എന്നിട്ട് അദ്ദേഹത്തെ തടഞ്ഞു. ഇത് പാടില്ല. നിരന്തരം ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിലേക്ക് വരുന്നതിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അലാ ഉഹദ്ദിസുകും ബിഹദീസിൻ സമിഅതുഹു അൻ അബി അൻ ജദ്ദി അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു തരാം. എൻ്റെ ഉപ്പുപ്പയിൽ നിന്ന്, ഉപ്പൂപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിരിക്കുന്ന ഹദീസാണ്. എന്താണ് ഹദീസ്? ലാ തത്തഖിദു ഖബരി ഈദ, എൻ്റെ ഖബറിനെ നിങ്ങൾ ഈദാക്കി മാറ്റരുത്. ഈദെന്ന് പറഞ്ഞാൽ പ്രത്യേകമായ വർഷത്തിലേതെങ്കിലും ഒരു ദിവസം, അല്ലെങ്കിൽ എല്ലാ മാസത്തിലും ഒരു ദിവസം, എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും പ്രത്യേക സമയങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് നിരന്തരം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നതിനാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ എൻ്റെ ഖബറിനെ ഈദാക്കരുത്. വലാ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബറുകളുമാക്കാൻ പാടില്ല. ഖബറുകളിൽ ഇബാദത്ത് ചെയ്യപ്പെടാനുള്ളതല്ല. അതേപോലെ നിങ്ങളുടെ വീടുകൾ ഇബാദാത്തുകൾ ഇല്ലാത്ത ഖബറുകളെ പോലെയാക്കരുത്. വസല്ലു അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊള്ളുക. ഫഇന്ന തസ്ലീമക്കും യബ്ലുഗുനി, നിങ്ങളുടെ സലാമുകൾ എന്നിലെത്തിച്ചേരുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും താബിഈങ്ങളും എത്ര ജാഗ്രതയാണ് പുലർത്തിയത് എന്നത് വളരെ വ്യക്തമാണ്. എത്ര സൂക്ഷ്മമായാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും താബിഈകളും ഈ ഉമ്മത്തിനെ തൗഹീദ് പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥ എവിടെ എത്തി എന്നുള്ളത് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്നതിൽ മാത്രം അവർ ഒതുങ്ങിയില്ല. ഖബറാളികളോട് പ്രാർത്ഥിക്കുകയും ഖബർ തവാഫ് ചെയ്യൽ, തൊട്ടുമുത്തൽ, സുജൂദ് ചെയ്യൽ, അവിടെ വിളക്ക് കത്തിക്കൽ, പട്ടിട്ട് മൂടൽ, നേർച്ചകളും വഴിപാടുകളും അടക്കം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഷിർക്കുകളോട് മത്സരിക്കും വിധമാണ് പല ജാറങ്ങളിലും നടക്കുന്ന കാഴ്ചകൾ. അങ്ങനെ അല്ലാഹുവല്ലാത്ത സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹം അധപ്പതിച്ചിരിക്കുകയാണ്. അതിൻ്റെ നേർചിത്രങ്ങൾ ധാരാളം നാം കണ്ടതാണ്. ചില ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. അവിടത്തേക്ക് ഞങ്ങളെ കരത്തുയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ യാ റസൂലല്ലാഹ്. ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണം ഉപ്പാപ്പ, നിരാശരാക്കരുതേ ഉപ്പാപ്പ. തങ്ങളെ
സാധുക്കളാണ് തങ്ങള്. ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്. ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്ന തങ്ങള്, ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങള്, ഞങ്ങളെ ബേജാററിയുന്ന തങ്ങള്, ഞങ്ങൾക്ക് പരിഹാരം വേണം തങ്ങള്. മുത്തുനബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, എന്റെ ദോഷം പൊറുക്കണം നബിയേ. ഈ അക്രമത്തിന്, ഈ ക്രൂരതക്ക് അങ്ങ് ഞങ്ങളോട് പൊറുക്കണേ യാ റസൂലല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ വിഷമം ജനിപ്പിക്കുന്ന കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യത്യസ്ത സംഘടനകളിലെ പ്രമുഖരായ പല ആളുകളും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ബദരീങ്ങളോടും അതേപോലെ മറ്റ് മശായിഖന്മാരോടും പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളാണ് നാം ഈ കാണുന്നത്. അള്ളാഹുവിന് പുറമെ ഇത്തരത്തിൽ സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നത് അത് നബിയോടാണെങ്കിലും ബദരീങ്ങളോടാണെങ്കിലും സ്വാലിഹകളോടാണെങ്കിലും അതേപോലെ തന്നെ വിഗ്രഹങ്ങളോടാണെങ്കിലും ഇത് ശിർക്ക് തന്നെയാണ് എന്ന് അഹ്ലുസുന്ന പറഞ്ഞപ്പോൾ കേരളത്തിൽ അഹ്ലുസുന്നയിൽ നിന്ന് വ്യതിചലിച്ച സമസ്തക്കാർ ഒരു പുതിയ അടിസ്ഥാനം പടച്ചുണ്ടാക്കി മണ്ണാർക്കാട് സംവാദത്തിലൂടെ. മക്ക മുശ്രിക്കുകൾ അവരുടെ ആരാധ്യർ സ്വയം പര്യാപ്തരാണ് എന്ന നിലയിലാണ് അവരോട് പ്രാർത്ഥിച്ചത്. ഞങ്ങൾ അമ്പിയാക്കളോടോ സ്വാലിഹകളോടോ പ്രാർത്ഥിക്കുമ്പോൾ അവർ സ്വയം പര്യാപ്തരാണ് എന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ ശിർക്ക് സംഭവിക്കൂ. ഞങ്ങൾ അമ്പിയാ മുർസലീങ്ങളോട് അവരുടെ മോജിസത്ത് കറാമത്ത് അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അവർ ഞങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. എന്നാൽ മക്ക മുശ്രിക്കുകൾ അവരുടെ ആരാധ്യരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വയം പര്യാപ്തരാണ് എന്ന് വിശ്വസിച്ചിരുന്നു. അതാണ് ഞങ്ങളും അവരും തമ്മിലുള്ള ഇസ്തിഗാസയുടെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ വ്യത്യാസം എന്ന് പറഞ്ഞു. ഈ വാദം തീർത്തും നിരർത്ഥകമാണെന്നും മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അള്ളാഹുവിനെയാണ് സൃഷ്ടാവും ഉടമസ്ഥനും സകലതിനെയും നിയന്ത്രിക്കുന്നവനും മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും മഴ പെയ്യിപ്പിക്കുന്നവനുമെല്ലാം അള്ളാഹു മാത്രമാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നതെന്നും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും അവൻ്റെ അടുക്കൽ തങ്ങൾക്ക് ശുപാർശ പറയുകയും ചെയ്യുന്ന കേവലം ഇടയാളന്മാർ മാത്രമാണ് അവരുടെ ആരാധ്യരെന്നും ധാരാളം ആയാത്തുകളും ഹദീസുകളും ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് സംവാദവേളയിൽ വളരെ വ്യക്തമായി അവരോട് പഠിപ്പിച്ചപ്പോൾ ഈ വിഷയം കഴിഞ്ഞ നജീബ് മൗലവിയുടെ അദ്ദേഹത്തിന് നൽകിയ ചില മറുപടികളിൽ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ ഉദ്ധരണികളുടെയും പിൻബലത്തിൽ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവരോട് വെളിപ്പെടുത്തിയപ്പോൾ ഒരു പുതിയ കളവുമായി ഇക്കൂട്ടർ എന്ത് ചെയ്തു, രംഗത്ത് വന്നു. പുതിയൊരു കളവുമായിട്ട് അവർ രംഗത്ത് വന്നു. അതായത് അവർ പറഞ്ഞു, മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചു എന്ന് ഖുർആൻ പറയുന്ന അള്ളാഹു അത് നാം വിശ്വസിക്കുന്ന അള്ളാഹു അല്ല. അവർ വിശ്വസിച്ചത് ഒരു ദൈവിക സഭയിലായിരുന്നു. അതിൽ കുറേ കുട്ടി ദൈവങ്ങളും വലിയ ദൈവവും ഉണ്ടായിരുന്നു. അതാണ് മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്ന അള്ളാഹ്. അല്ലാതെ നാം വിശ്വസിച്ച അള്ളാഹു അല്ല, അത് വേറെ ഏതോ ഒരു അള്ളയാണ് എന്ന് രണ്ട് സഖാഫിമാർ, ഒന്ന് മാളിയേക്കൽ സുലൈമാൻ സഖാഫിയും അതേപോലെ തന്നെ അലവി സഖാഫി കൊളത്തൂർ, ഇവർ രണ്ടുപേരും ധാരാളം പ്രാവശ്യം ആ സംവാദത്തിൻ്റെ ഇടയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നത്. അത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. മക്കയിലെ മുശ്രിക്കുകൾ, മക്കയിലുള്ള കാഫറുകൾ, അവരെ വിശ്വസിച്ച അള്ളാഹു, അത് നേരത്തെ ഞാൻ തഫ്സീറിൽ നിന്ന് വായിച്ചു, അത് അള്ളാഹ് എന്നവർ പേരിട്ട മറ്റെന്തോ വസ്തുവായിരുന്നു, അള്ളാഹു എന്നവർ പേരിട്ട മറ്റെന്തോ വസ്തുവായിരുന്നു. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹി എന്ന് പറഞ്ഞ അവിടുത്തെ അള്ളാഹുവിനെ കുറിച്ച് മുഫസ്സിറുകൾ പറയുന്നത് അൽ ഇലാഹുൽ അക്ബർ, അവരൊരു വലിയ ദൈവത്തെ കുറിച്ചായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നത്. ഞാൻ നേരത്തെ ഇത് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ഒരു ദൈവിക സഭയിലാണ് അവർ വിശ്വസിച്ചത്. മാളിയേക്കൽ സുലൈമാൻ സഖാഫി മണ്ണാർക്കാട് സംവാദത്തിൽ പറയുന്ന വോയിസാണ് നാം കേട്ടത്. ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ തങ്ങളുടെ ആരാധ്യർ, അതായത് അവർ ആരാധിച്ചു കൊണ്ടിരുന്ന, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ മലക്കുകൾക്ക് ആരാധന അർപ്പിച്ചിട്ടുണ്ട്, ജിന്നുകൾക്ക് അർപ്പിച്ചിട്ടുണ്ട്, അമ്പിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും അർപ്പിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം തെളിവുണ്ട് ഖുർആനിൽ.
അങ്ങനെയുള്ള അവരുടെ ആരാധ്യർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകർ മാത്രമാണ് എന്ന് അവർ പറയുമായിരുന്നു എന്ന ഈ ഖുർആനിൻ്റെ വാക്യത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുകയാണ്, അത് അവർ പേരിട്ട് വിളിച്ചിരിക്കുന്ന വേറെ ഏതോ ഒരു വസ്തുവായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നാം വിശ്വസിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചല്ല ഖുർആൻ അത് പറഞ്ഞത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. എന്താണത്? ഒന്നാമത്തത് ഹൗലായി ശുഫാഉനാ ഇലല്ലാഹ്. അതിന്റെ മറുപടി നേരത്തെ ഇവിടെ പറഞ്ഞതാണ്. അത് അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു എന്ന പരമമായ ഒരു ദൈവം, ആ ദൈവത്തിലായിരുന്നു, ദൈവിക സഭയിലായിരുന്നു അവർ പറഞ്ഞ് വിശ്വസിച്ചിരുന്നത്. മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹു അല്ല മൗലവി സാഹിബേ. എന്റെ ചോദ്യം അതാണ്. നിങ്ങൾ താടി വെച്ച് നീട്ടിയത് കൊണ്ട് കാര്യമായില്ല, താടിയിൽ കൈ വെച്ചത് കൊണ്ട് കാര്യമായില്ല സാഹിബേ. നിങ്ങൾ മനസ്സിലാക്കണം, മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ എന്ന എന്റെ ചോദ്യം. നിങ്ങൾ പറഞ്ഞത് ഏതാ? ദൈവിക സഭയിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ കുറിച്ചാണ്. ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇത് കൊളത്തൂർ അലവി സഖാഫി അതേ സംവാദത്തിൽ പറയുന്ന വാക്യങ്ങളാണ്. അതായത് ദൈവിക സഭയിലുള്ള ഏതോ ഒരു അള്ളാഹുവിനെ സംബന്ധിച്ചാണ് ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. അതായത് മക്കാ മുശ്രിക്കീങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ ആരാധ്യർ അള്ളാഹുവിങ്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയുന്നവരാണ് എന്ന് പറഞ്ഞിരിക്കുന്ന, അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന, ഖുർആനിൽ പഠിപ്പിച്ചിരിക്കുന്ന ഈ അള്ളാഹ്, ഇത് ദൈവിക സഭയിലെ, വേറെ ഏതോ ഒരു ദൈവിക സഭയിലെ അള്ളാഹുവിനെ കുറിച്ച് മക്കക്കാർക്കുണ്ടായിരുന്ന വിശ്വാസം അത്രേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നതായ അള്ളാഹുവിനെ സംബന്ധിച്ചല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. മക്കയിലെ മുശ്രിക്കുകൾ ഒരു ദൈവിക സഭയിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. ഒന്നും രണ്ടും ദൈവങ്ങളല്ല, കുട്ടി ദൈവങ്ങളുണ്ട്, വലിയ ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങൾക്കൊക്കെയും നേതൃത്വം വഹിക്കുന്ന വലിയ ദൈവം വേറെയുമുണ്ട്. ഇങ്ങനെ ഒരു വലിയ ദൈവം അധ്യക്ഷനായിക്കൊണ്ടുള്ള കുറെ ദൈവങ്ങൾ സംഘടിക്കുന്ന ഒരു ദൈവിക സഭയിലാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. സ്വാഭാവികമായും വലിയ ദൈവം ചെറിയ ദൈവം വലിയ ദൈവത്തെ സമീപിക്കുക, അതുപോലെ ഇങ്ങോട്ട് നടത്തുക അങ്ങോട്ട് നടത്തുക, ഇതൊക്കെ അവിടെ സ്വാഭാവികമാണ്. സുലൈമാൻ സഖാഫി ഇതാ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണ്, അവർ ഒരു ദൈവിക സഭയിലാണ് വിശ്വസിച്ചിരുന്നത്. അതിൽ കുറേ കുട്ടി ദൈവങ്ങളുണ്ട്, വലിയ ദൈവങ്ങളുണ്ട്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശുപാർശ ചെയ്യുകയും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അവർ വിശ്വസിച്ചിരുന്ന അവരുടെ ആരാധ്യർ സ്വയം പര്യാപ്തരായിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. സ്വയം പര്യാപ്തരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളുടെ ആവശ്യം തന്നെ ഇല്ല. അവരുടെ വാദം അവർ തന്നെ പൊളിക്കുകയാണ്. ജനങ്ങളൊന്ന് കേൾക്കട്ടെ. ഇപ്പോഴും നിങ്ങൾ പറയുന്നത് എന്താ? മുശ്രിക്കാണ്, കാഫിറാണ് എന്നാണ്. ഞങ്ങളുടെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നു, മക്കയിലെ മുശ്രിക്കുകൾ കാഫിറുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. മൗലവി ചോദ്യം ശ്രദ്ധിക്കണം. അതിന് ഖുർആനിൽ തെളിവുണ്ടോ? ഹദീസിൽ തെളിവുണ്ടോ? നിങ്ങൾ ഇത് കാര്യം സമർത്ഥിക്കണം. അള്ളാഹുവിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ, ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു എന്നതിന് രേഖ വേണം. അലവി സഖാഫി ഇതാ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അള്ളാഹുവിൽ, അതായത് നാം വിശ്വസിക്കുന്ന അള്ളാഹുവിൽ മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു എന്നുള്ളതിന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും രേഖ വേണം, തെളിവ് വേണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഇതാ സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാർ നൽകിയ മറുപടി നമുക്കൊന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന കാലത്ത് അബൂജഹലിൻ്റെയും അനുയായികളുടെയും ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് ഈ ആകാശഭൂമി ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും. അതാണ് ഖുർആൻ പറയുന്നത്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആകാശത്തെയും ഭൂമിയെയും പടച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുശ്രിക്കീങ്ങൾ. ഇനി തെളിവ് ചോദിച്ചുകൊണ്ട് അലവി സഖാഫി എവിടെയും പോകേണ്ടതില്ല, സ്വന്തം ഉസ്താദിലേക്ക് തന്നെ മടങ്ങിയാൽ മതി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അബൂജഹലും അനുയായികളും അള്ളാഹുവിൽ അവിശ്വസിച്ചവരായിരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെയോ അള്ളാഹുവിൽ വിശ്വസിച്ചവരായിരുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ആകാശഭൂമികളെയും മറ്റ് സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയുമായിരുന്നു അള്ളാഹുവാണെന്ന്. ഏത് അള്ളാഹുവിനെ കുറിച്ചാണ് ഈ പറയുക? ഏത് അള്ളാഹുവിനെ കുറിച്ചാണ് ഇപ്പോൾ കാന്തപുരം പറഞ്ഞത്? ദൈവിക സഭയിലുണ്ടായിരുന്ന ഏതോ ഒരു വസ്തുവിനെ കുറിച്ചാണോ പറഞ്ഞത്? അല്ല, വളരെ വ്യക്തമായിട്ട് കാര്യം പറയുന്നുണ്ട്. ഇനി നോക്കിക്കോ, ഇനി എന്തുകൊണ്ടാണ് പിന്നീട് അവർ മുശ്രിക്കീങ്ങളായി തീർന്നത് എന്നും അദ്ദേഹം വിവരിക്കുന്നുണ്ട് ശേഷം. പക്ഷെ അവരെന്തുകൊണ്ട് മുശ്രിക്കായി? അത് ഖുർആൻ തന്നെ മറ്റു സ്ഥലത്ത് പറയുന്നു, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അള്ളാഹ് പറയാതല്ലാതെ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അവർ അറിഞ്ഞില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് അവർ മുശ്രിക്കീങ്ങളിൽ പെട്ടുപോയത് എന്ന് ഖുർആൻ തന്നെ പ്രത്യേകമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എത്ര വ്യക്തമായിട്ടാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ തന്നെ അതിനുള്ള കാരണം പറഞ്ഞിരിക്കുകയാണ്. മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി. അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനം യഥാവിധം അവർ കൊടുത്തില്ല എന്നുള്ള കാരണത്താലാണ്. അള്ളാഹുവിന് കൊടുക്കേണ്ടതായ മഹത്വം അവർ കൊടുത്തില്ല എന്നുള്ള കാരണത്താലാണ് അവർ മുശ്രിക്കീങ്ങളായത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറയുന്നത് കാണാം. അഹ്ലുസുന്നയുടെ വഴിയിൽ നിന്ന് പിഴച്ചിരിക്കുന്ന ഏതൊരു സമൂഹമാകട്ടെ, അവർ പിഴയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തതാണ്. എന്നിട്ട് ഈ ആയത്തിന് തൊട്ടു മുമ്പുള്ള ആയത്തും കൂടിയിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല വിശദീകരിക്കുന്നത് കാണാം. ഫമാ ഖദറല്ലാഹ ഹഖ്ഖ ഖദ്രി. അള്ളാഹുവിന് അവന് ഉള്ളതായ അവന് കൊടുക്കേണ്ടതായ സ്ഥാനം യഥാവിധം കൊടുത്തിട്ടില്ല. മൻ അബദ മഅഹു ഗൈറ. അവനോടുകൂടെ അവനല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നതായ ആളുകൾ, ആരാധനകൾ അർപ്പിക്കുന്ന ആളുകൾ അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനത്ത് യഥാർത്ഥത്തിൽ കൊടുക്കാത്തവരാണ്. ഏതുപോലെ കമാ ഖാല തആല, അള്ളാഹു തആല പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ദുരിബ മസലുൻ ഫസ്തമിഊ ലഹ്. ഇതാ ഒരു ഉപമിക്കപ്പെടുകയാണ്, നിങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ല. അള്ളാഹുവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദുആ ഇരക്കുന്നതായ നിങ്ങളുടെ ആരാധ്യരുണ്ടല്ലോ, ലൻ യഖ്ലുഖൂ ദുബാബൻ. അവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ സാധിക്കാത്തവരാണ്, സൃഷ്ടിക്കുകയില്ല തന്നെ. വലവിജ്തമഊല. ആ ആരാധ്യരെല്ലാം ഒന്നിച്ചു കൂടിയാൽ തന്നെയും ശരി. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ മലായിക്കത്തിന് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. ജിന്നുകളോട്, അമ്പിയാക്കളോട്, സ്വാലിഹുകളോട്, അതേപോലെ തന്നെ വിഗ്രഹങ്ങളോട്, പലതിനോടും ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ തന്നെ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഇനി എങ്ങാനും അവർക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന, ഈ ആരാധ്യർക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ നിവേദ്യത്തിൽ നിന്ന്, അവർക്ക് സമർപ്പിക്കപ്പെട്ട നേർച്ചകളിൽ നിന്ന് ഈച്ചയെങ്ങാനും എന്തെങ്കിലും തട്ടിയെടുത്താൽ അവയിൽ നിന്ന് അതിനെ മോചിപ്പിക്കാൻ പോലും ഈ ആരാധ്യർക്ക് സാധ്യമല്ല. ദഉഫത്താലിബു വൽ മത്ലൂബ്. തേടുന്നവനും തേടപ്പെട്ടവനും ബലഹീനനായിരിക്കുകയാണ്. മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി. അള്ളാഹുവിന് കൊടുക്കേണ്ടതായ സ്ഥാനം അവർ യഥാവിധം കൊടുക്കാത്തവരാണ്. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും ശക്തനായുള്ളവൻ, പ്രതാപവാൻ അവനാണ്. എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു പറയുന്നത്. അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയിട്ടില്ല. അവരുടെ ആവശ്യങ്ങൾ അവർ അള്ളാഹുവിനോട് ചോദിച്ചാൽ മതിയായിരുന്നു. കാരണം അള്ളാഹുവാണ് സൃഷ്ടാവ്, അവനാണ് ഉടമസ്ഥൻ, അവനാണ് പരിപാലകൻ, അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ, റിസ്ക് കൊടുക്കുന്നവൻ അവൻ തന്നെയാണ്, മക്കളെ കൊടുക്കുന്നവൻ അവൻ തന്നെയാണ്, ജോലി കൊടുക്കുന്നവൻ അവൻ തന്നെയാണ്. ഇതേപോലെ മനുഷ്യരുടെ ആവശ്യങ്ങൾ അഖിലവും നിവർത്തിച്ചു കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ അവന് പുറമെ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിയാത്തതായ സൃഷ്ടികൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഇവർ ഇബാദത്ത് ചെയ്തിരിക്കുന്നു, അവരോട് അവരുടെ കാര്യങ്ങൾ തേടുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇത് തന്നെയാണ് മനുഷ്യർ വഴിപഴച്ചു പോകാനുള്ള കാരണം. അതുകൊണ്ട് എനിക്ക് സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈ സമൂഹം, ഈ പൗരോഹിത്യം
അവർ നരകത്തിലേക്കാണ് ആളുകളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്. അമ്പിയാക്കന്മാർ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് പഠിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നിട്ട് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ലാത്തക്ക് ഇബാദത്ത് ചെയ്തോ, ഇബ്രാഹിം നബിക്ക് ഇബാദത്ത് ചെയ്തോ, ഈസാ നബിക്ക് ഇബാദത്ത് ചെയ്തോ, അതൊന്നും കുഴപ്പമില്ല, പക്ഷേ അവർ സ്വയം പര്യാപ്തരാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറയാനാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്? അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത്? ഒരിക്കലും ആയിരുന്നില്ല. നിങ്ങൾ അവർക്കല്ല, അവരോട് പ്രാർത്ഥിച്ചോ, അവർക്ക് നേർച്ചകൾ അർപ്പിച്ചോ, അവർ സ്വയം പര്യാപ്തരാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി എന്നാണോ അവർ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ല. ഇബാദത്തിൻ്റെ അർഹത അതിൻ്റെ ഏതിനങ്ങളാണെങ്കിലും അത് അള്ളാഹുവിന് മാത്രമേ അർഹതയുള്ളൂ എന്ന് പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതുകൊണ്ട് ഈ കാര്യം യഥാവിധം മനസ്സിലാക്കുകയും അഹ്ലുൽ ഹഖിലേക്ക്, അവരിലേക്ക് ചേർന്ന് നിൽക്കുകയും, അതിലേതെങ്കിലും സംഘടനകളിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ടതില്ല, അതിൻ്റെ പിന്നാലെ പോകേണ്ടതുമില്ല, സത്യം എന്താണെന്ന് മനസ്സിലാക്കുകയും സത്യത്തിൻ്റെ ആളുകളിലേക്ക് ചേർന്ന് നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയാണ്. അതല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷവും ഈ പിഴച്ചിരിക്കുന്ന മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് അപകടത്തിലേക്കാണ്, നരകത്തിലേക്കുള്ള പാതയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യുവാനും യഥാവിധം സത്യമായി ഉൾക്കൊള്ളുവാനും നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. സത്യമായി മനസ്സിലാക്കി അതിനെ മാത്രം പിന്തുടരുവാനും ബാത്തുലാണെന്ന് മനസ്സിലാക്കി അതിനെ വർജിക്കുവാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.